കുറേശ്ശെ എടുത്ത് കൊട്ടാ. ഒരു പാക്കറ്റിന് 20 റുപ്യ വരാം. ഒന്ന് പിച്ചത്തരം പറയാതടാ. പണ്ട് ഇതിന് 3 രൂപയായിരുന്നു വില, ഇപ്പം ഇതിന് 20 രൂപ. ഇപ്പം 200 നമ്മളിതൊക്കെ വാങ്ങി. ഇതൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ കഴിച്ചു കൂട്ടാനാ? ഷാവുലെന്താ ടെൻഷൻ അടിച്ചിരിക്കണേ? അതിന് 1-ാം തീയതി അല്ലേ, അവനിവിടെ സാധനം കിട്ടിയിട്ടില്ല, അതിന് ടെൻഷനാണ്. അതിനെന്താ മച്ചു, എന്നാ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ. എന്തവനോട് പറയാ, ഓരോന്നോരോന്ന് ഇടവിട്ട് അടിക്കടാ, അല്ലെങ്കിൽ നീ പെട്ടെന്ന് അടിച്ചു പോകും. എത്ര ആളെ പണി എന്നാ എന്നിട്ട് പണ്ടാണ്. ഹായ്. അല്ല, ഇന്ന് പരിപാടിയൊന്നും ഇല്ലേ? എത്ര നേരടാ വെയിറ്റ് ചെയ്യണേ? അച്ഛൻ വന്നിട്ടില്ല? ഇന്നലെ എന്തൊക്കെ പറഞ്ഞു പോയതാ, ഇതുവരെ വന്നിട്ടില്ലല്ലേ? ഇതാ വരുന്നു. എന്ത് സാധനം ഇത്? പാസ്പോർട്ട്? ഇത് എവിടെ നിന്ന് ഒപ്പിച്ചത്? നീ ആ ക്ലാസ്സിൻ്റെ അടുത്ത്. Cheers. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി അത് ഇറങ്ങില്ലേ? ഇവ ഒരുപാട് നാളായി പറയുന്നത് വണ്ടി എടുക്കുന്നു, ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കും. എന്ന് പറയുമ്പോഴേക്ക് എടുത്തു തരാൻ എൻ്റെ വാപ്പ ഒരു കോടീശ്വരനൊന്നല്ല, തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ്. എടുത്താ നീ ചെലവേണ്ടാ. ആരാ വരണേ? ആളൊഴിഞ്ഞ ഭാഗത്ത് എന്താ മക്കളെ പരിപാടി? ഒരു സിഗരറ്റ് എനിക്ക് തരാമോ? ഇതാ.
ഹലോ, നീ എവിടെ ഇങ്ങോട്ട് വരുന്നില്ലേ? നല്ല സുഖമില്ലടാ. എന്ത് പറ്റിയടാ? നല്ല പനി, ഭയങ്കര ക്ഷീണോ. ഇടക്കിടക്ക് കാണുന്നില്ല എനിക്ക് ഈ പനി. ഡോക്ടറെ കാണണോ? ഏയ് അതൊന്നും വേണ്ട, ഗുളിക കഴിച്ചിട്ടുണ്ട്, അത് മാറിക്കോളും. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി. ആ പിന്നെ നമ്മുടെ ബ്രാൻഡ് കഴിഞ്ഞിക്കണ്, നമ്മൾ വാങ്ങിയിട്ടില്ല, വാങ്ങിയിട്ട് വാ. ഓക്കെ. ഓക്കെടാ. ഓക്കെ ചേട്ടാ, നമ്മുടെ മരുന്നെടുത്തോ? ഹലോ. ഹായ്. വൃത്തികെട്ട വർഗം. ഞാൻ ഇരിക്കട്ടെ. ഒരു കഫം എടുത്തോ. ഒന്നുകൂടെ എടുത്തോളി. ഇന്നെന്തൊരു മൂടില്ലാത്ത? നമുക്ക് നാളെ അടിച്ചു പൊളിക്കാം. നാളെന്താ പ്രത്യേകിച്ച്? നാളെ പറയാം. ഇയാളെന്താ ഇവിടെ? എൻ്റെ താമസ സ്ഥലം ഇവിടെയാണ്. മക്കളെ ഒരല്പം എനിക്ക് തരുമോ അതിന്ന്? വെള്ളം വേണ്ട മക്കളെ.
എന്താ ഈ കളയാൻ കാണിക്കണേ? അയ്യോ വെറുതെ ഈ സ്ഥാനത്ത് ദൂരെ കളയണം. ആവശ്യമില്ല പറഞ്ഞാ പോരെ. അടിക്കണ്ടാ ഇയാളിത് വെറുതെ. കഴിക്കടാ. വേണ്ടേ? ഇനി വേണ്ടേ നിനക്ക്? എന്താ പറ്റി? എന്ത് പറ്റി? ഓ എന്ത് പറ്റി? എന്താ ഷാവുലെ പിടിക്കടാ പിടിക്കടാ. വണ്ടി എന്താ എന്ത് പറ്റിയടാ? എടുക്കടാ. പറയടാ. ഡാ ഷാവുലെ ഷാവുലെ. പിടിക്കടാ. ഷാവുലെ നീ ഡാ ഷാവുലെ ഡാ അനുവറെ പൊക്കടാ. ഷാവുലെ പൊക്കടാ എടാ പൊക്ക്. പിടിക്കും. എല്ലാരും കൂടി എടാ, പിടിക്ക് വണ്ടി വേഗം. എടുക്കടാ. വണ്ടി എടുക്കടാ. വണ്ടി റോഡിക്ക് വേഗം പിടി. അധികം നേരമായിട്ടില്ല സാർ. മുമ്പ് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല ഡോക്ടർ. തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. എന്തായാലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും.
എന്താണ് ഷാഹുലിന്? ഒന്നും പറയാറായിട്ടില്ല, നമുക്ക് നോക്കാം. സ്കാൻ ചെയ്യണം. ഡോക്ടർ വിളിക്കുന്നുണ്ട്. നിങ്ങളിരിക്കും. ഷാഹുലിന് നിങ്ങൾ ഫ്രണ്ട്സ് അല്ലാതെ റിലേറ്റീവ്സ് ആരും ഇല്ല? വരാനായിട്ട് അവൻ്റെ ഉപ്പ് മാത്രമേ ഉള്ളൂ. ആളാണ് സ്ഥലത്തില്ല. എന്താ സാർ, പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രശ്നമുണ്ട്. ഷാഹുലിൻ്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്. 90% ക്യാൻസർ അവനെ ബാധിച്ചു കഴിഞ്ഞു. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞങ്ങളിതെങ്ങനെ അവനെ അറിയിക്കും? അറിയിക്കണമെന്നില്ല, അയാൾ അറിയാതെ നമുക്ക് ചികിത്സിക്കാം. പക്ഷേ നിങ്ങളറിയണം എന്താണ് ഈ രോഗം വരാൻ കാരണമെന്നും ഇത്ര പെട്ടെന്ന് പടർന്നു കയറാൻ കാരണമെന്താണെന്നും. നിങ്ങളെല്ലാവരും നന്നായി മദ്യപിക്കാറുണ്ടല്ലേ? മദ്യപാനം മാത്രമല്ല, സ്മോക്കിങ്ങും പാൻ മസാലകളുടെ അമിതമായ ഉപയോഗം എല്ലാം ഉണ്ടല്ലേ? സാർ, അത് ഈ ദുശീലങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ കൂട്ടുകാരന് ഈ അസുഖം വന്നിട്ടുള്ളത്. ഇയാൾക്ക് ഈ അസുഖം നേരത്തെ പിടിപെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പൊരു തവണ ഇയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് ഞാൻ ഇയാളോട് ഒരു വിദഗ്ധ ചികിത്സക്ക് പറഞ്ഞിരുന്നു. ശരിയെന്നും പറഞ്ഞു പോയതാ. പിന്നെ ആളെ കാണുന്നത് ഇപ്പോഴാ. അന്നേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ സാധ്യത ഏറെയായിരുന്നു. എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങളെങ്കിലും. ശരി സാർ. എന്താണ് എനിക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ലടാ. ഒന്നുമില്ലടാ. വേഗം പോയി ഡോക്ടറെ വിളിക്ക്. എന്താടാ? ഷൗലെ ഒന്നുമില്ലടാ, ഒന്നുമില്ലടാ, എന്താടാ? ഒന്നുമില്ലടാ, എന്താ ഷൗലെ? ഒന്നുമില്ല കേട്ടോ. എന്താ?
ഐ ആം സോറി, എല്ലാം കഴിഞ്ഞു. ഷൗലെ ഷൗലെ എന്തു പറ്റി? എല്ലാവരും ഇന്ന് മൗനത്തിലാണല്ലോ. ഞാൻ അറിഞ്ഞു കൂട്ടത്തിലൊരാൾ പോയല്ലേ. ഒരാത്മാർത്ഥ സുഹൃത്ത് നഷ്ടപ്പെട്ടപ്പോൾ സഹിക്കുന്നില്ലല്ലേ. ഇങ്ങനെ ഒരാപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാ നിങ്ങളെ ഞാൻ ഉപദേശിച്ചത്. എല്ലാവരും പറഞ്ഞതുപോലെ ഒരു വെറും വാക്ക് പറഞ്ഞതല്ല ഞാൻ. എനിക്കും ഉണ്ടായിരുന്നു നിങ്ങളെപ്പോലൊരു മകൻ. അമ്മയില്ലാത്ത അവനെ വളർത്തി വലുതാക്കിയത് ഞാൻ ഒറ്റക്ക. ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഞാൻ അവനെ വളർത്തി. പക്ഷേ അവന് ചിറക്ക് മുളച്ചപ്പോൾ പറക്കാറായെന്ന് തോന്നിയപ്പോൾ അവനങ്ങ് പറന്നു ഒരുപാട് ഉയരത്തിൽ. അല്പം നേരത്തെ ആനന്ദത്തിന് വേണ്ടി പലതരം ലഹരി വസ്തുക്കളും അവൻ ഉപയോഗിച്ചു. വേണ്ട മോനെന്ന് ഞാൻ കെഞ്ചി പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് അവൻ എന്തു നേടി? ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തൊരു മാരക രോഗം, ക്യാൻസർ. തലയിലാ പിടിപെട്ടത്. എനിക്കാകെയുള്ള സ്ഥലം വിട്ട് ഞാൻ ചികിത്സിച്ചു, ഫലമുണ്ടായില്ല. അവൻ പോയി. എന്നെ ഈ രൂപത്തിൽ തനിച്ചാക്കിയിട്ട് അവൻ പോയി. എൻ്റെ മകൻ്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാനാ, എൻ്റെ ഈ അവസ്ഥ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വരാതിരിക്കാനാ നിങ്ങളെ ഞാൻ ഉപദേശിച്ചത്. പക്ഷെ നിങ്ങളത് കേട്ടില്ല. മതി, നിർത്ത്. കൂടപ്പിറപ്പിനെ പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തിനെ പോയി. ബാക്കിയുള്ളവർ ആർക്കൊക്കെ അസുഖമുണ്ടെന്ന് പറയാനും വയ്യ. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ നെഞ്ചി കിടന്ന് നീറുക. അവൻ്റെ ഓർമ്മകൾ അല്പമെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടാ ഇവിടെ വന്നിരുന്നത്. അപ്പോഴാ ഇയാളുടെ ഒരു ഉപദേശം. വേണ്ടടാ, നമുക്ക് ഈ നശിച്ച സാധനം, നമ്മളിലൊരാളെ ഇല്ലാതാക്കിയ ഈ വിഷം നമുക്കിനി വേണ്ട. നമ്മുടെ കൺമുന്നിൽ പോലും ഒരാൾ ഉപയോഗിക്കാതെ നോക്കണം. ഇതിൽ നിന്നൊരു മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. തെറ്റ് പറ്റിയത് ഞങ്ങൾക്കാ, ക്ഷമിക്കണം. ഇന്നു മുതൽ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. ഞാനും ഉണ്ടാവും. നിങ്ങളും ഉണ്ടാവണം.